നമസ്കാരം. ഒടുക്കം എമ്പുരാൻ വിവാദങ്ങൾ കത്തി നിൽക്കെ മൗനം വെടിഞ്ഞ് ആന്റണി പെരുമ്പാവൂർ. പൃഥ്വിരാജിനെ ആക്രമിക്കുന്നതിനോട് യോജിപ്പില്ലെന്ന പ്രതികരണവുമായാണ് ആന്റണി പെരുമ്പാവൂർ മാധ്യമങ്ങളോട് സംസാരിച്ചത്. മേജർ രവിയെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ആന്റണി പെരുമ്പാവൂർ. മോഹൻലാൽ സിനിമ കണ്ടിട്ടേയില്ല, അദ്ദേഹത്തിന് സിനിമയെക്കുറിച്ചുള്ള പൂർണ്ണമായ ഗ്രാഹ്യമില്ലായിരുന്നു എന്ന മേജർ രവിയുടെ പ്രസ്താവനയെ ആന്റണി പെരുമ്പാവൂർ തള്ളി. അത്തരത്തിലൊരു പ്രസ്താവന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് താൻ നിരാകരിക്കുകയാണെന്നായിരുന്നു ആന്റണി പെരുമ്പാവൂരിന്റെ നിലപാട്. തെറ്റുകൾ തിരുത്തുക ചുമതലയെന്ന് മനസ്സിലാക്കുന്നു, അതുകൊണ്ടാണ് സിനിമ റീസെൻസർ ചെയ്തതെന്നും ആന്റണി പെരുമ്പാവൂരിന്റെ പ്രസ്താവന. സിനിമയിൽ മാറ്റം വരുത്തുന്നത് കൂട്ടായ തീരുമാനമാണെന്നും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു. റീ എഡിറ്റിംഗ് സമ്മർദ്ദം മൂലമല്ല എന്നും പൃഥ്വിരാജിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിനോട് യോജിപ്പില്ല എന്നും അദ്ദേഹം പറഞ്ഞു. റീ എഡിറ്റിംഗ് സമ്മർദ്ദം മൂലമല്ലെന്നും മാത്രമല്ല, എന്തുകൊണ്ടാണ് മുരളി ഗോപി മോഹൻലാലിന്റെ പോസ്റ്റ് ഷെയർ ചെയ്യാതിരുന്ന ചോദ്യത്തിന് പോസ്റ്റ് ഷെയർ ചെയ്തില്ല എന്നതിനർത്ഥം അദ്ദേഹത്തിന് എഡിറ്റിംഗിൽ വിയോജിപ്പ് ഉണ്ട് എന്നല്ല. റീസെൻസർ നടത്തിയതും റീ എഡിറ്റിംഗ് നടത്തിയതും കൂട്ടായ തീരുമാനമാണെന്നും തെറ്റ് തിരുത്താൻ ഉള്ളത് കൂട്ടായ തീരുമാനമായിരുന്നുവെന്നും ഇത്തരത്തിലുള്ള മഹാസിനിമകൾ സംഭവിക്കേണ്ടതുണ്ട് എന്നും ആന്റണി പെരുമ്പാവൂർ പറയുന്നു. എമ്പുരാൻ വിവാദത്തിൽ ആന്റണി പെരുമ്പാവൂരിന്റെ ആദ്യ പ്രതികരണമാണിത്. അതേസമയം വിവാദങ്ങൾക്കിടെ എമ്പുരാൻ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് റഹീം MP രാജ്യസഭയിൽ നോട്ടീസ് നൽകി. ആവിഷ്കാര സ്വാതന്ത്ര്യം വിഷയമായി ഉന്നയിക്കാനാണ് നീക്കം. ചട്ടം 266 പ്രകാരം നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ്. സംവിധായകൻ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകർക്കെതിരെ നടക്കുന്ന തുടർച്ചയായ സൈബർ ആക്രമണം അടക്കം ഉൾപ്പെടുത്തി വിഷയം ചർച്ച ചെയ്യണമെന്ന് നോട്ടീസിൽ ആവശ്യപ്പെടുന്നു. അതേസമയം പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ ചിത്രം റിലീസിന് ശേഷം വ്യാപക വിമർശനങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ നേതാക്കൾ, നിരവധി ആളുകൾ ചിത്രത്തിന് വൻ പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. ഏറ്റവും ഒടുക്കം ഹൈബി ഈഡനാണ് പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയത്. ഇന്ത്യ ഒരുത്തന്റെയും തന്തയുടെ വകയല്ല, നട്ടെല്ല് എന്ന കുറിപ്പോടെ സുപ്രിയ മേനനും പൃഥ്വിരാജ് സുകുമാരനും ഒപ്പമുള്ള ചിത്രവും അദ്ദേഹം പങ്കുവച്ചു. തിരക്കഥാകൃത്ത് മുരളി ഗോപിയെയും സുപ്രിയയെയും പൃഥ്വിരാജിനെയും പോസ്റ്റിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ചിത്രത്തിലെ നായകൻ മോഹൻലാലിനെ പോസ്റ്റിൽ ടാഗ് ചെയ്തിട്ടുമില്ല. അതേസമയം ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കെ ചിത്രം ആഗോളതലത്തിൽ 200 കോടി ക്ലബിൽ ഇടം പിടിച്ചു. റിലീസ് ചെയ്ത് കേവലം 5 ദിവസം കൊണ്ടാണ് എമ്പുരാൻ 200 കോടി ക്ലബിലെത്തിയത്. ഇപ്പോഴും ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. നിരവധി ആളുകളാണ് എഡിറ്റഡ് വേർഷൻ തിയേറ്ററുകളിൽ എത്തുന്നതിന് മുൻപ് സിനിമ കാണാൻ എത്തുന്നത്. എഡിറ്റഡ് വേർഷൻ ഇന്ന് വൈകുന്നേരത്തോടുകൂടി തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. നേരത്തെ 48 മണിക്കൂറിലാണ് ചിത്രം 100 കോടി ക്ലബിൽ ഇടം പിടിച്ചത്. ചരിത്ര നേട്ടമായിരുന്നു. അതേസമയം ചിത്രത്തിന്റെ റീ എഡിറ്റഡ് പതിപ്പുകൾ ഉടൻ തിയേറ്ററുകളിലെത്തും. പ്രമേയവുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങളെ തുടർന്ന് 3 മിനിറ്റോളം വരുന്ന രംഗങ്ങളാണ് ചിത്രത്തിൽ നിന്നും നീക്കം ചെയ്തത്. ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നു നിൽക്കെ ചിത്രം ആഗോളതലത്തിൽ 200 കോടി ക്ലബിലും ഇടം പിടിച്ചു. റിലീസ് ചെയ്ത് വെറും 5 ദിവസം കൊണ്ടാണ് എമ്പുരാൻ 200 കോടി ക്ലബിലെത്തിയത്. നേരത്തെ 48 മണിക്കൂറിൽ 100 കോടി ക്ലബിലും ഇടം പിടിച്ചു. ഏറ്റവും ഒടുക്കം ആന്റണി പെരുമ്പാവൂർ വിഷയത്തിൽ നിലപാടും അറിയിച്ചുകൊണ്ട് വരികയും ചെയ്തു. ചിത്രം എഡിറ്റ് ചെയ്തത് ബാഹ്യ സമ്മർദ്ദങ്ങൾ മൂലമല്ല, തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളത് നിലപാടായിരുന്നുവെന്നും അത് കൂട്ടായെടുത്ത തീരുമാനമായിരുന്നുവെന്നും മുരളി ഗോപിയുടെ മൗനത്തെ പ്രധാനമായി എടുത്തു കാണിക്കേണ്ടതില്ല, പൃഥ്വിരാജിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയാണ് ആന്റണി പെരുമ്പാവൂർ മാധ്യമങ്ങളോട് സംസാരിച്ചത്.